ഇന്നും ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കുഞ്ഞു യാത്രയുടെ വിശേഷം കണ്ടാലോ. കോവളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ പുഞ്ചക്കരി ഷാപ്പിൽ ചെന്ന് 2 കള്ളൊക്കെ അടിച്ച് ഒരു ലാർജ് ഒന്നൊക്കെയാണ് പറയുന്നത്. ഹലോ, ഇവരെ പുറകിൽ കുറച്ച് പേര് റംബൂട്ടാൻ കഴിക്കുന്ന തിരക്കിലാണ്. ഇവര് കണ്ടിട്ടില്ല, ഇവര് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരാൾ വാരി വിഴുങ്ങയാണ്. കുരു ഉണ്ടോ ഇല്ലയോ നോക്കോ. ഇവരാണ്, ഈ കൂട്ടരാണ് അന്ന് ഏഷ്യൻ ന്യൂസിൽ വന്നത്. ഇതേ കൂട്ടര്. മാറ്റർ പറയാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കില്ല. ബാക്കി അവിടെ പോയിട്ട് ശരി, ബാക്കിയുള്ളത് നമ്മള് പുറകെ വരുന്നതായിരിക്കും. ആ പടം മൊത്തത്തിൽ പെട്ടുപോയി. പോകേണ്ട വഴി ഇല്ല ഇത് വഴി തന്നെ. ഞങ്ങളിതാ ഈ പോകുന്നത് പുഞ്ചക്കരി കള്ളിഷാപ്പ് ഉണ്ടല്ലോ, അവിടെ ലക്ഷ്യമിട്ടാണ്. വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഒരു അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ വഴി പോയാലേ നിങ്ങൾക്ക് എത്താമെന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. പക്ഷെ റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. കാറിലിരുന്ന് ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നെന്ന് അറിയൂ. അമ്യൂസ്മെന്റ് പാർക്കിൽ ചെന്ന് എങ്ങനെയിരിക്കും ആ ഒരു ഫീലായിരുന്നേ. അങ്ങനെ കുറെ അടിയുടെയൊക്കെ ശേഷം ഞങ്ങൾ ഇതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു പുഞ്ചക്കരി അല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെള്ളായണി കായൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി അതൊന്നും വേറെ ലെവലല്ലേ. ആ ഇതാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിപ്പെട്ടത് ഇവിടെയാണ്. ഈ ഒരു ഷാപ്പിന്റെ പേര് വന്നിട്ട് രുചിയിടാം എന്നാണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിട്ടാകാം എന്നുള്ള രാഘവത്തിൽ ഇവിടെ വന്ന് കുറച്ചു നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാണ്. എല്ലാരും എവിടെയാ നിൽക്കുന്നത്? ഇനി ഫുഡ് ഓർഡറിനുള്ള ടൈമാണ്. ഇത് അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് മീൻ തലയും പിന്നെ കപ്പ, പൊറോട്ട ഇത്രയുമാണ്. ഇതിന് പുറമെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല. എനിക്ക് മെയിനായിട്ട് തലക്കറി, അത് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. വായിൽ വച്ചത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. കാരണം ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് എരിവാണ്. കണ്ണു ചോന്ന് അയ്യോ ഒരു രക്ഷയില്ല. പറഞ്ഞാ മതി. അപ്പോ അങ്ങനെ തലയുടെ കാര്യത്തെ തീരുമാനമാക്കിയതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ഒരു ഫിഷ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പേര് വന്നിട്ട് റെഡ് വില്ലോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. നിങ്ങളീ കണ്ടോ, എന്ത് ഐശ്വര്യമുള്ള ചിരിയല്ലേ. ചാവുന്നതിന് മുമ്പും ചിരിച്ചോണ്ട് കിടക്കുന്നതിനും വേണമല്ലേ ഒരു ഭാഗ്യം. ഞാൻ കഴിച്ചു തീർന്നതിന് ശേഷമാണ് ഈ ചിരിച്ചോണ്ട് കിടക്കുന്ന പോസ് കാണുന്നത്. പാവം ആ മീനിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. കഴിച്ചു തീർന്നിട്ട് മീനിന്റെ അവസ്ഥയെ പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. അതാണ് എല്ലാം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി. എരി ഒരു രക്ഷയില്ലല്ലേ. നല്ല എരിവ്. തലക്കറി സൂപ്പർ എരിവാണ്. ഫ്രൈ കുഴപ്പമില്ലായിരുന്നു. ഫ്രൈ സൂപ്പർ, നല്ല ടേസ്റ്റ്. 2 ടേസ്റ്റ് ഉണ്ട്. ശരി, തലക്കറി. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അടുത്തത് വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇത് കോവളത്തിന്റെ വേറൊരു സൈഡാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. എസ്സിൽ എന്തുകൊണ്ട് ഇതിന്റെ പേര് തുടങ്ങുന്നത്. ആർക്കെങ്കിലും ഈ പ്ലേസിന്റെ പേര് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക. ഞാൻ അന്വേഷിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു തരാവേ. അവിടത്തേക്കുള്ള എൻട്രി വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ കൂടുതലും ആൾക്കാർ വരാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട് ഉണ്ട്, അതിന് വേണ്ടിയാണ് കൂടുതൽ വരാറുള്ളത്. പിന്നെ ഈ ഡാൻസിൻ്റെതൊക്കെ ഉണ്ടല്ലോ, അതൊരു കാര്യം ചെയ്യാനും കൂടെയൊക്കെയാണ് വരാറുള്ളത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്, പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് പേരുടെ ഡാൻസും, പിന്നെ ഒരു സൈഡിൽ ഫുട്ബോൾ കളിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ. പിന്നെ അതാ ഈ കാണുന്നില്ലേ, നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്നത് ബ്രൈഡ് ടു ബി, അവിടെ അതിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തവും ഞങ്ങൾക്കില്ല.
ഇവിടെ വന്നാൽ പ്രകൃതി ഭംഗി കാണാം, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ചെയ്യുക പോവുക, അതാണ് മെയിനായിട്ടുള്ളത്. ഫോട്ടോസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് എൻ്റെ മോളിൽ നിന്ന് ഓരോ പോസിൽ കളിച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് കടലിലെ ഭംഗിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. പിന്നെ ഈ ഞാൻ എത്തി നോക്കുന്നില്ലേ, അവിടെ അത്ര ഭംഗിയും ഒന്നും പറയാനൊന്നും പറ്റില്ല, കാരണം ആ സൈഡ് അത്രയും ആൾക്കാർ കുപ്പിയും എല്ലാം കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടി കാണൂലേ എത്രമാത്രം വൃത്തിയാണ് ഇവിടെ ഉള്ളതെന്ന്. അവിടെ നിന്ന് കുറച്ച് നേരം റിലാക്സ് ആയതിനു ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് പാർക്കിലോട്ടൊന്ന് പോവുകയാണ്. പാർക്ക് കണ്ട നേരം തൊട്ടേ 2 പേർക്കും അവിടെ പോകണം എന്നുള്ള ബഹളമായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് കരുതി. ഇതിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കയറാനുള്ള ലാഡർ അതിലില്ല കേട്ടോ. ഈ സൈഡിലുള്ള കമ്പി മാത്രമേ ഉള്ളൂ. ഇതുപോലെ കൊണ്ടിരുത്തിട്ട് നമ്മൾ എന്നെ താഴോട്ട് വലിച്ചുവിടണം. നെക്സ്റ്റ് വിഴിഞ്ഞ. ഒരിക്കൽ അടച്ചത് പോലെ എന്നിട്ട് വീണ്ടും വീട്ടിൽ പോണം, വിഴിഞ്ഞത് പോവാം. വീടും ഇല്ല, കുടിയും ഇല്ല, നാടും ഇല്ല. സാധാരണ ഞങ്ങൾ ഹാർബർ കാണാറുള്ളത് നൈറ്റാണ്, അപ്പോൾ പകൽ സമയം ഒന്ന് കണ്ടു കളയാം. അതുമാത്രമല്ല ഏതൊരു കപ്പലും ഇവിടെ വന്നിട്ടുണ്ട്, വന്ന സ്ഥിതിക്ക് അതും കൂടെ കണ്ടു കളയാം. ഈ സൈഡ് കാണുന്നില്ല, ഇതിന്റെ താഴ്ഭാഗത്തായിട്ടൊക്കെ ഒത്തിരി വീടുകളുണ്ട്. ഇവരെങ്ങനെയാണോ എന്തോ സമാധാനത്ത് ഉറങ്ങുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ എനിക്കെപ്പോഴും സുനാമി വരുമോ എന്നുള്ള ഒരേ ടെൻഷനായിരിക്കും. പിന്നെ ഇവിടെ ഉള്ളവർക്കാവുമ്പോഴേ അവരിത് കിടന്ന് ജീവിച്ചൊക്കെ ശീലിച്ചല്ലോ, അതുകൊണ്ട് അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. സാധാരണ ഞങ്ങൾ നിന്ന് ഹാർബർ കാണാറുള്ള സ്ഥലത്ത് ഒത്തിരി തിരക്കാണ്, അതുകൊണ്ട് വേറെ സൈഡിലാണ് വന്നിട്ടുള്ളത്. ആ കാണുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ഷിപ്പ്. ശാന്തസുന്ദരം. ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് ഷിപ്പ് കാണിച്ചു തന്നില്ലേ, ആ സൈഡിന്റെ മറ്റൊരു സൈഡാണ് ഇത് വന്നിട്ട്. ഇവിടെ ആകുമ്പോൾ കുറച്ച് മുൻപ് ഹാർബർ കണ്ടില്ലേ, അതിനെയും കാളും കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുവേ. ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. കടലിൽ നിന്ന് കാറ്റും എല്ലാം കൊണ്ടതല്ലേ, അതുകൊണ്ട് ഇനി കുറച്ച് ചൂട് ചായയും ചൂട് വടയുമാകാം. ചൂടോടെ വടയിട്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഓരോരുത്തർ 2 എണ്ണം വെച്ചിട്ടെങ്കിലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാകുവേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മള് സാധാരണ വരുന്നതിലും കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിയതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ചേട്ടായിക്കുണ്ട്. പോവാൻ മനസ്സില്ല, വീട്ടിൽ പോകാൻ മനസ്സില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് എന്തെന്ന് കഴിച്ചു, ചായ നല്ല ഒരു ടീ കുടിച്ചു. നല്ലൊരു ചേട്ടായിയുടെ നല്ലൊരു ചായ, സമൂസ എല്ലാം കഴിച്ചു. വളരെ ഹാപ്പി ആയിരിക്കുന്നു. സ്ഥലം എത്താൻ പോകുന്നില്ല, എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. ബൈ ബൈ. Bye bye.